വെൽക്കം. കഴിക്കാമോ? വന്ന് ഉടൻ കഴിക്കാൻ ചോദിച്ചാൽ എനിക്ക് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയി പോകും. സത്യം പറഞ്ഞാൽ ഞാനിങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു വർത്താനം പറയാന്. അന്നേരം സാറ് വന്നിട്ട് ആദ്യമേ ഞാനൊന്ന് കഴിച്ചോട്ടെ ചോദിച്ചപ്പോൾ ഞാൻ എന്നാ പറയാനാ, വേണ്ടാന്നും പറയാൻ ഒക്കെയല്ല, വേണമെന്നും പറയാൻ ഒക്കെയല്ല. അതിനു മുമ്പ് ഒരു കാര്യമേ, ഞാൻ വിപിൻ സാറിനോട് സംസാരിക്കുന്നതിന് മുമ്പ് എനിക്ക് ചേച്ചിയോട് ഒരു കാര്യം പറയാനുണ്ട്. രഹസ്യമാണോ? അത് രഹസ്യമൊന്നുമല്ല, എന്നാന്നുള്ള കാര്യം ഞാൻ എൻ്റെ പ്രേക്ഷകരോടും പറയാം. ഈ അടുക്കള രഹസ്യം അങ്ങാടിപ്പാട്ടെന്നൊക്കെ പറയുന്നില്ല എന്ന് പറഞ്ഞു കൂട്ടെ, പക്ഷെ അതൊന്നും അല്ല. ഞാനൊരു കാര്യം പറയാം. ചേച്ചി എന്നെ ആദ്യമായിട്ട് കാണുമ്പോൾ ചേച്ചി എന്നെ ശരിക്കും തന്നെ എൻ്റെ പ്രേക്ഷകരും കൂടെ കേൾക്കുവാന്നേ, എന്നെ ശരിക്കും ഭയങ്കര ഒരു അനിയത്തിയായിട്ടാണ് കണ്ടേ. ഭയങ്കര കൺസേണും ഭയങ്കര പാമ്പറിങ്ങും എല്ലാം ആയിരുന്നു. പക്ഷെ അങ്ങനെ ആയപ്പോൾ എനിക്ക് പറ്റിയൊരു തെറ്റാന്ന് ഞാൻ പറയാമല്ലോ. ചേച്ചി മോന്റെ കല്യാണത്തിന് വിളിച്ചിട്ട് എനിക്ക് പോവാൻ ഒത്തില്ല. ഞാൻ പറയട്ടെ, അന്ന് ചേച്ചി എന്നോട് പിണങ്ങി. സത്യം. അതെന്നാന്നറിയോ, പിണക്കം വരാൻ കാര്യം വേറെ ഒന്നുമല്ല. നമ്മൾ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തികള് ആ ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷന് വന്നില്ലെങ്കിൽ വിഷമം തോന്നില്ലേ? അല്ല, നമ്മൾ കുറെ ആൾക്കാരെ മാർക്ക് ചെയ്ത് വെക്കും, അവരെ കാണാത്ത എന്താ ഇവര് വരാൻ. സത്യം. അത് എനിക്ക് സത്യം പറഞ്ഞ ചേട്ടാ മനഃപൂർവ്വം അല്ലായിരുന്നു, പറ്റിപ്പോയതാ, അല്ലാതെ ഒന്നും അല്ല. അതുകൊണ്ട് ഞാൻ എന്റെ പ്രേക്ഷകരെ നിർത്തി എന്റെ ചേച്ചിയുടെ വലിയൊരു സോറി പറയുക. അല്ലെ, അതപ്പോ അതങ്ങ് മാറണ്ടേ? അല്ല, ചേച്ചിയുടെ ആ ഒരു സ്നേഹം പിന്നെ എനിക്ക് വേണം. എനിക്കൊരു മോളും ഉണ്ട്. അത് ഉറപ്പല്ലേ? വിളിച്ചില്ലേലും ഞങ്ങൾ എത്തും, വിളിച്ചില്ലേലും ഞങ്ങൾ ഇപ്പൊ വിളിച്ചാലും ഞാൻ അപ്പോഴേ വരും, ഉറപ്പാ. ആ ഒരു എന്നാ പറയുന്ന ആ ഒരു വിഷമം മാറ്റണ്ടേ? അതുകൊണ്ട് ചേച്ചി തിരിച്ച് ആ ചേച്ചിയെ കിട്ടണം. അതുകൊണ്ടാ ഇത്ര ഞാൻ പബ്ലിക്കായിട്ട് സോറി പറഞ്ഞു. ഇനി അതിനപ്പുറം ഒന്നും ഇല്ല. പിന്നെ മഞ്ജിമയുടെ വിശേഷങ്ങളൊക്കെ കേൾക്കണം. എന്നാ പറയുന്നത്? മോള് സുഖമായിട്ടിരിക്കുന്നു. ബാങ്കോക്കിലായിരുന്നു, ഇന്നലെ ചെന്നൈയിലെത്തി. ഓക്കെ. ഞങ്ങളും ജസ്റ്റ് കാണലേ ഉള്ളൂ. അപ്പനും അമ്മയോ? എന്നാ അപ്പനും അമ്മയോ? എന്നിട്ട് ഫോണിൽ കൂടെ വിശേഷമുള്ളേ? ഇല്ല, അവള് മിക്കവാറും ചെന്നൈയില. ഇപ്പൊ പഠിത്തവും എല്ലാം പഠിത്തം കഴിഞ്ഞു ഫിലിം ചെയ്തോണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ചെയ്യുന്നത് ഉദയനിധി സ്റ്റാലിന് ഇവിടെ ഗൗരവ്. ഓക്കെ. ഇതിപ്പോൾ മഞ്ജിമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് സാറിനോട് എനിക്കൊരു കാര്യം ചെയ്യണം. എന്നറിയാവോ സർ, 80s 90s ഇപ്പം 2000 ആയി. ആ കാലയളവിൽ ഇന്നത്തെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിക്ക് ലഭിച്ച വലിയ രണ്ട് ലെജൻസ് ഉണ്ട്. ദാറ്റ് ഈസ് വൺ ഇസ് മമ്മൂട്ടി സർ ആൻഡ് അതർ വൺ ഇസ് മോഹൻലാൽ സർ. ഇവരുടെ തുടക്കമില്ലേ, അതായത് ആസ് എ ന്യൂ കമ്മർ. അപ്പൊ സാർ ഉണ്ട്, ജീവനോടുണ്ട്. അല്ല, സാർ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുക. അപ്പം അവരൊരു അപ്കമിങ് ആയിട്ട് വരുമ്പം അവര് വന്നതും ഇപ്പം ഭയങ്കര വലിയ സൂപ്പർ സ്റ്റാർസ് ആയതും യു ക്യാൻ സീ ദ ഡിഫറൻസ് അല്ലേ? എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവരാ വന്നതും ഫസ്റ്റ് അഭിനയിച്ചത് ആ ഒരു കാലയളവില്ലേ, അതിനെ കുറിച്ചൊന്ന് പറയാമോ? അല്ല, അവരിപ്പം ജീവിതത്തിലൊന്നും വളരെ വ്യത്യാസമായിട്ട് എൻ്റെ അടുത്തൊന്നും ഇതുവരെ പെരുമാറിയിട്ടില്ല. മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി എന്താ പറയേണ്ടത്, ഇന്ന് ലോകത്തിൽ വെച്ചിട്ടുള്ള ഏറ്റവും ബെസ്റ്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ. ഒട്ടും കുറവല്ല മമ്മൂട്ടി. രണ്ടുപേരും ഈക്വലാണ്. രണ്ടുപേരും രണ്ട് അപ്രോച്ചാണ്. അതാണ് ഞാൻ അതാണ് വാച്ച് ചെയ്യാറ്. എങ്ങനെയാണ് ഇവർ മോഹൻലാൽ ലാസ്റ്റ് നിമിഷം വരെ മോഹൻലാൽ ഇവിടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് തിന്നൊക്കെ ഇരിക്കും. ഷോട്ട് റെഡി ആക്ഷൻ എന്ന് പറഞ്ഞാൽ വേറൊരു വ്യക്തിയായി മാറുന്നത് ഞാൻ അത്ഭുതത്തോടെ നോക്കി കണ്ടിട്ടുണ്ട്. എന്നെ ഏറ്റവും അധികം കരയിപ്പിച്ചതും ചിരിപ്പിച്ചതും മോഹൻലാലാണ്. കാരണം ഞാൻ സത്യൻ്റെ കൂടിയാണ് കൂടുതൽ പടം ചെയ്യിച്ചത്. സത്യൻ്റെ പടം ആ കാലത്ത് സത്യൻ്റെ പടത്തിലൊക്കെ മോഹൻലാൽ ഉണ്ടാവും, മിക്ക പടത്തിലും ഉണ്ടാവും. ഈ ലാലും ശ്രീനിയും കൂടെ കൂടിയാൽ ഇവർ രണ്ടുപേരും കൂടെ കാണിക്കുന്ന സംഭവം ഉണ്ടല്ലോ, എനിക്കെന്താണെന്ന് വെച്ചാൽ എനിക്ക് ചിരിക്കാതിരിക്കാനും പറ്റില്ല, കരയാതിരിക്കാനും പറ്റില്ല. ഞാൻ അങ്ങനത്തെ ഒരു പെട്ടെന്ന് ഞാൻ ഇമോഷണൽ ആവും. ചിരിച്ചിട്ട് ക്യാമറയൊക്കെ ഇളകി അതൊക്കെ താഴെ വീണ് ആ ഷോട്ട് നാടോടിക്കാറ്റിൽ എത്ര പ്രാവശ്യം ഉണ്ടായിരിക്കും. അവസാനം ഞാൻ സത്യനും വഴക്കാവും, തന്നെ കൊണ്ട് തോറ്റു ഞാൻ, അങ്ങനെ ഇങ്ങനെ ഒന്ന് ആ ഷോട്ട് പോയില്ലേ, ഞാൻ ഒരിക്കൽ കൂടെ എടുക്കാം നമുക്ക്, ഇനി അതുപോലെ കിട്ടും, ഞാൻ ഇതേമാതിരി കിട്ടും, പേടിക്കണ്ട. അതേമാതിരി തന്നെ ടി.പി. ബാലഗോപാലൻ M.A. എന്നുള്ള സിനിമയാണ്. അതിനകത്ത് ലാലിൻ്റെ ഒരു പെർഫോമൻസ്, ലാലിന് ഏറ്റവും ഫസ്റ്റ് ബെസ്റ്റ് ആക്ടർ കിട്ടിയ ഫിലിമാണത്. അതിലൊരു ഷോട്ട് കണ്ടിട്ട് സത്യം ചോദിച്ചു, ഓക്കേടോ ചോദിച്ചു. എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല, ഞാൻ കരയാണ്. അതിപ്പോഴും ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സ് ഭയങ്കരമായിട്ട്, ഞാൻ നോക്കിയപ്പോൾ സത്യനുണ്ട് കണ്ണു മുടക്കുന്നു. ഒത്തിരി ദേഷ്യത്തിൽ ഓക്കേടോ, ഞാൻ ഒന്നും പറയുന്നില്ല, എന്താ ഒന്നും പറയാത്തൊന്നും ചോദിക്കില്ലേ. അതെനിക്ക് ഭയങ്കരമായിട്ട് തന്നെ, കാരണം വെച്ചാൽ എനിക്കൊരു അനീതി ഉണ്ടായിരുന്നു. അതേ സിറ്റുവേഷനിൽ തന്നെയാണ്. അമ്മയും അച്ഛനൊക്കെ മരിച്ചിട്ടാണ് അവളുടെ കല്യാണം നടക്കുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അത് പെട്ടെന്ന് ഞാൻ ശരിക്കും നമ്മളിലേക്ക് അത് തട്ടി ഒത്തിരി. ശരിയാ.
പിന്നെ അതേപോലെ എനിക്ക് ഇതേമാതിരി ഒത്തിരി നല്ല നല്ല കാര്യങ്ങളുണ്ടാവുമേ പറയാന്. ക്യാമറാമാൻ കരഞ്ഞു എന്നും ചിരിച്ചു എന്നും ക്യാമറ എല്ലാം താഴെ പോയിന്നു ഉള്ളതൊക്കെ എന്നാ രസമല്ലേ ഇതെല്ലാം കേൾക്കാൻ. ഇത് ആരാ നമ്മൾ സിനിമ കാണുമ്പോൾ ഇത് വല്ലതും അറിയുന്നുണ്ടോ?